ഓഫീസ് വേണ്ട, മാസം 50,000+ ഉണ്ടാക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ കണ്ടന്റ്. തീർച്ചയായിട്ടും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നാട്ടിൽ ഒരു പ്ലംബറെയോ ഇലക്ട്രീഷ്യനെയോ സമയത്ത് കിട്ടാൻ എന്തുമാത്രം പാടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഥവാ വന്നാൽ തന്നെ ഉയർന്ന കൂലിയും. ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് അർബൻ കമ്പനി മോഡലിലുള്ള ഓൺ ഡിമാൻഡ് ഹോം മെയിൻ്റനൻസ് ഏജൻസികൾ. കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഇത് തുടങ്ങാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. പണി അറിയാവുന്ന പ്രാദേശിക ടെക്നീഷ്യന്മാരെയും, അതായത് പ്ലംബർ, ഇലക്ട്രീഷ്യൻ, AC മെക്കാനിക്ക്, ഫ്രിഡ്ജ് നന്നാക്കുന്നവൻ, വാഷിംഗ് മെഷീൻ നന്നാക്കുന്നവർ, പെയിന്റർ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപഭോക്താക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അഗ്രിഗേറ്റർ മോഡൽ ആണ് ഇത്. കസ്റ്റമർ നിങ്ങളുടെ ഏജൻസിയിലേക്ക് കോൾ ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ ഏറ്റവും അടുത്തുള്ള ടെക്നീഷ്യനെ നിങ്ങൾ കസ്റ്റമറുടെ വീട്ടിലേക്ക് അയക്കുന്നു. വർക്ക് കഴിഞ്ഞ് പണം വാങ്ങുന്നു. ഇതിന് വലിയ ഓഫീസോ വലിയ മെഷീനറികളോ ഒന്നും ആവശ്യമില്ല. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. വെറും ഒരു 25,000 രൂപ മുതൽ 40,000 രൂപ വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും. ആവശ്യമായ ഐറ്റംസ് എന്താണ് എന്നും കൂടെ പറയാം. ഒരു സ്മാർട്ട് ഫോൺ വേണം, അത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് വേണം, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ടെക്നീഷ്യന്മാർക്ക് നൽകാനുള്ള ID കാർഡും ടീഷർട്ടും, അതായത് യൂണിഫോം, അത് വേണം. പിന്നെ ചെറിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പരസ്യങ്ങളും വേണം. ഇനി ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ടൗണിലെ നല്ല കഴിവുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമപ്രദേശത്തെ നല്ല കഴിവുള്ള 10-15 ടെക്നീഷ്യന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കി. പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ ഈ പണി ചെയ്യരുത്. അതെല്ലാം പരിശോധിച്ച് സൈനപ്പ് ചെയ്യുക. ഫിക്സഡ് റേറ്റ് കാർഡ് ആയിരിക്കണം. നമുക്ക് ഉദാഹരണത്തിന് ആദ്യ 1 മണിക്കൂറിന് ഇത്ര രൂപ, അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് കാർഡ് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കണം. വർക്ക് കഴിയുമ്പോൾ ടെക്നീഷ്യൻ വാങ്ങുന്ന തുകയുടെ 20% കമ്മീഷൻ ഏജൻസിക്ക്, 80% ടെക്നീഷ്യന് എന്ന രീതിയിൽ വിഭജിക്കുക. ഈ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. ഇനി ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു സംശയം, ഈ പ്ലംബറെയോ ഈ ഇലക്ട്രീഷ്യനെയോ ഈ കാർപ്പൻറ്ററെയോ നിങ്ങൾ ഒരു തവണ ഒരു വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് അവർ സെറ്റപ്പ് ഉണ്ടാക്കും എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അതിനാണ് നമ്മൾ ഓൾറെഡി ഒരു എഗ്രിമെന്റ് ഇവരുമായിട്ട് വെക്കുന്നത്. ആ എഗ്രിമെന്റ് ഇല്ലാതെ, അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ ഒരാളെയും ഇങ്ങനെയുള്ള പണികൾക്ക് വേണ്ടി എടുക്കരുത്. കാരണം അത് നാളെ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇനി ഇതിന്റെ ലാഭക്കണക്ക് നോക്കാം. ദിവസവും ശരാശരി 15 വർക്കുകൾ കിട്ടിയാൽ പ്രതിദിനം നമുക്ക് 1,200 രൂപ മുതൽ 1,500 രൂപ വരെ കമ്മീഷൻ ലാഭം കിട്ടും. അതായത് മാസം 35,000 രൂപ മുതൽ 50,000 രൂപ വരെ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഇതിനൊരു ബ്രേക്ക് ഈവൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ചെലവുകൾ ഇല്ലാത്തതിനാൽ വെറും 2 മാസം കൊണ്ട് മുടക്ക് മുതൽ തിരിച്ചു കിട്ടും. പ്രവാസി കുടുംബങ്ങളും പ്രായമായവരും കൂടുതലുള്ള കേരളത്തിൽ വൻ വിജയ സാധ്യതയുള്ള ഒരു ബിസിനസ് ആണിത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.